ട്രൂലി നോമാഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാനിപ്പോൾ ഉള്ളത് മൂന്നാർ ദേവികുളം പാർട്ടായ കാന്തല്ലൂരിലാണുള്ളത്. ഇവിടെ ഇപ്പോൾ ഒരു ഭ്രമരം എന്ന് പറഞ്ഞൊരു ഷൂട്ടിംഗ് പോയിന്റിലേക്കാണ് വന്നത്. ഈ കാണുന്നതെല്ലാം നമ്മുടെ ഈ പുൽത്തൈലാണ്. പുൽത്തൈലാണ് നമ്മൾ വീടുകളിലൊക്കെ ഉപയോഗിക്കുന്ന പുൽത്തൈലാണ് ഈ കാണുന്നതെല്ലാം. ഇത് അതിൻ്റെ ഒരു ഫാമാണ്. ഈ കാണുന്നത് ഇതിൻ്റെ ഒരു ഫാമാണ്. ഇവിടെ വെച്ചിട്ടാണ് ഇത് ഓയിലാക്കി മാറ്റാം. ഇത് നമ്മൾ ഈ മുട്ടുംകാലിൻ്റെ വേദനയ്ക്ക്, പിന്നെ അതുപോലെ നല്ല വീട്ടിൽ ക്ലീനിങ് ഒക്കെ ചെയ്യുമ്പോൾ നല്ല സ്മെല്ല് കിട്ടാനാണ് ഈ പുൽത്തൈലം നമ്മൾ യൂസ് ചെയ്യുക. അപ്പം നമുക്കിതെങ്ങനെയാണ് ഇത് ഓയിലാക്കുന്നത് കണ്ടാലോ? ഇവിടെ ഒരു ഫാം തന്നെ ഉണ്ട്. നോക്കിയേ, ഇത് മനോഹരമായ ഫ്ലവേഴ്സാണ്. നോക്കിയേ, നല്ല വൃത്തിയുണ്ട് ഈ ഒരു ഏരിയ. അപ്പോൾ ഈ വീട് കാണാൻ നല്ല ഭംഗിയുണ്ട്. ഇത് ഇവരുടെ ഫാമാണ്. നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു ഡോഗുണ്ട്. ഈ കാണുന്നതെല്ലാം കൃഷിയാണ്. നല്ല വൃത്തിയിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുണ്ട്. കാണാൻ എന്ത് ഭംഗിയാന്നേരോ ഈ ഒരു ഏരിയ. അപ്പോൾ മൂന്നാർ വരുന്നവരൊക്കെ ഉണ്ടെങ്കിൽ കാന്തല്ലൂരും കൂടെ ഒരു ദിവസം സ്റ്റേ ചെയ്യാൻ ശ്രമിക്കാം. ഒക്കെ ഒരുപാട് ഫ്ലവേഴ്സ് ഉണ്ട് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ. ഈ കാണുന്നത് ചേട്ടാ കയറിക്കോട്ടെ. ഈ അപ്പോൾ ഈ കാണുന്നത് ഫാഷൻ ഫ്രൂട്ടാണ്. ഇവരെ ഫാമിലി ഉണ്ടാക്കിയ ഫാഷൻ ഫ്രൂട്ടാണ്. നല്ല മധുരമുള്ള ഫാഷൻ ഫ്രൂട്ടാണ് എന്നാണ് പറയുന്നത്. ഇതോ തക്കാളി, മരത്തക്കാളി കാണുന്നത് മരത്തക്കാളിയാണ്. ഇത് നമ്മൾ ഈ വെജിറ്റബിൾ കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ എടുക്കുന്നതായിരിക്കും അല്ലേ, കറിയിലൊക്കെ. ഇതിവിടെ ഉണ്ടായ വെളുത്തുള്ളി അല്ലേ? ഇതിവിടെ ഫാമിലുണ്ടായ വെളുത്തുള്ളിയാണ്. ലൈറ്റ് ഉണ്ടോ ഏട്ടാ? ഓക്കേ, ഇതാണ് നമ്മുടെ പുൽത്തൈലം. ഇതിങ്ങനെ ഉണ്ടാക്കുന്നത് നിങ്ങൾ ഇവിടെ വാറ്റിയെടുക്കുന്നത്. ഈ ഒരു സംഭവത്തിലാണ് ഇവർ പുൽത്തൈലം വാറ്റിയെടുക്കുന്നത്. ഇത് ഈ മെഷീനിലേക്ക് പുല്ലിടാണോ ചെയ്യുക? ആദ്യം ഇവിടെ ആ പുല്ല് മുറിച്ച് മൊത്തം ഇവിടെ ഷെഡിലുണ്ടാക്കി വെച്ചിട്ട്, അപ്പോ ഇവിടെ വെള്ളം ഒഴിക്കണം. ഇതിനകത്ത് വെള്ളം ഒഴിച്ചതിന് ശേഷം ഇവിടെ ഈ അടുപ്പിൽ തീ കത്തിക്കണം. എന്നിട്ട് വെള്ളം ചൂടാക്കി വെള്ളം തിളപ്പിക്കണം. വെള്ളം തിളപ്പിന് ശേഷമാണ് നമ്മൾ ഇതിനകത്ത് പുല്ലാക്കേണ്ടത്, ഈ ചെമ്പിനകത്ത്. പിന്നെ ഒരു അരമണിക്കൂർ ഫ്രീ വിടണം ആവി വരാൻ വേണ്ടി. എന്നിട്ട് വീണ്ടും നമ്മൾ നന്നായിട്ട് പുല്ല് ടൈറ്റ് ആക്കുക, ഒരു കമ്പ് വെച്ച് കുത്തി മുകളിലും താഴെയും. എന്നിട്ട് പുല്ല് ടൈറ്റാക്കി വെച്ചിട്ട് ഇങ്ങനെ അടച്ചു വെക്കുക. ഇങ്ങനെ അടച്ചു വെച്ചിട്ട് നമ്മൾ വാറ്റി കളയുന്ന പുല്ല്, ചാണകം, ചണ്ട്, ആ ചണ്ട് കൊണ്ടുവന്ന് ഇവിടെ നന്നായിട്ട് പേക്ക് ചെയ്യുക, ആവി പോകാതെ രീതിയിൽ. എന്നിട്ട് 2.5 മണിക്കൂർ തീയിട്ട് വർക്ക് ചെയ്യണം. എന്നിട്ട് ഇവിടെ നീരാവിയായിട്ട് താഴെ വരും. അവിടെ വന്ന് ചേരുമ്പോൾ ഇവിടെ എല്ലാം വർക്ക് ചെയ്തതിന് ശേഷം ലാസ്റ്റ് വന്ന് ചേരുന്നത് തൈലം ഇവിടെയാണ്. ഏറ്റവും താഴെ വെള്ളവും സെന്ററിൽ മട്ടും ടോപ്പിൽ തൈലം നിൽക്കും. എന്നിട്ട് തൈലം മാത്രം ഈ സാധനം വെച്ച് ഞങ്ങൾ കോരിയെടുക്കും. വേസ്റ്റ് വെള്ളം ഇവിടെ പോയിക്കൊണ്ടിരിക്കും. 2.5 മണിക്കൂർ തീയിട്ട് വർക്ക് ചെയ്താൽ വരെ 200 മില്ലിയെ കിട്ടുള്ളൂ. ഇതാണ് പ്രോസസ്സിംഗ് വർക്ക്. ആ കുപ്പിയുടെ വില എത്ര വരുന്ന? അത് 50 ml 150 രൂപ. 50 ml 150 രൂപ. അതിന്റെ ഉപയോഗം പറഞ്ഞു കാണിക്കാൻ. ഈ പുൽത്തൈല് നമ്മള് ഇതുപോലെ ബക്കറ്റിൽ ആദ്യം വെള്ളം എടുത്തിട്ട് ഒരു 2-3 തുള്ളി ഒഴിച്ചു കൊടുക്കണം. ഈ തൈലം, ഈ പുൽത്തൈലം
എന്നിട്ട് നല്ലപോലെ മിസ്സാക്കിയതിന് ശേഷം വീടൊക്കെ തുടച്ച് വൃത്തിയാക്കി കഴിഞ്ഞാൽ ഈച്ച ശല്യം, ഉറുമ്പ് ശല്യം, പാറ്റ ശല്യം, പല്ലി ശല്യം, കൊതുക് ശല്യം ഒന്നും കാണത്തില്ല. സ്മെല്ലും നന്നായിട്ടിരിക്കും. പിന്നെ മുട്ടുവേദനയ്ക്കും പറ്റിയ സാധനം ഇത് ആണല്ലേ ഈ പുൽത്തൈലം. ഇത് വന്ന് യുക്കാലി. ഇത് വന്ന് നമ്മൾ ചുടുവെള്ളത്തിലൊഴിച്ച് ആവിയും പിടിക്കാം, ചുമ തേച്ചും കൊടുക്കാം. ജലദോഷം, കഫക്കെട്ട്, ചുമ, മൂക്കടപ്പ്, ഷളിക്കെട്ടെല്ലാം ഫിനിഷാകും, മാറും. പിന്നെ പല്ല് വേദനയ്ക്കും പഞ്ചലി സകലം പുരട്ടി നമ്മൾ പല്ലിനടിയിൽ വെച്ച് കൊടുക്കാം. പല്ല് വേദനയ്ക്ക് നല്ല പറ്റിയ സാധനം അത്. പിന്നെ ഇതാണ് ഒറിജിനൽ ചെറുതേന്, ഞങ്ങൾ തന്നെ കാട്ടിൽ പോയി എടുക്കുന്ന മരപ്പൊത്തിലെടുക്കുന്ന തേനാണല്ലേ. പിന്നെ ഇത് കുരുമുളക് കൊണ്ട് കുറ്റിപ്പീൻസ് സീഡ്. കുരുമുളക് ഇതൊക്കെ ഇവരിവിടെ കൃഷി ചെയ്തുണ്ടാക്കുന്നതാണ്. നമുക്കിവിടെ വന്നാൽ ട്രീ ഹൗസ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇതേപോലത്തെ ട്രീ ഹൗസ് നല്ല ഭംഗിയാണ്. ഇതിൻ്റെ ടോപ്പിൽ കയറിയായിരുന്നു. ഇതിൻ്റെ മൊത്തത്തിലുള്ള ഫുള്ളായിട്ടുള്ള വ്യൂ നമുക്ക് ഇവിടുന്ന് കാണാം. അപ്പം ഇതാണ് നമ്മുടെ കാന്തല്ലൂരിലെ ഭ്രമരം വ്യൂ പോയിന്റ്. ഭ്രമരം വ്യൂ പോയിന്റിലെ ട്രീ ഹൗസിൻ്റെ മുകളിലാണ്. എൻ്റെ ബൈക്ക് ഇത് അങ്ങേ അറ്റത്തുണ്ട്. ഈ കാണുന്നത് പുൽത്തൈലത്തിൻ്റെ ആണ്. നല്ല സ്മെല്ലുണ്ട്. ഇവിടെ പുൽത്തൈലത്തിൻ്റെ ഓയിലൊക്കെ കിട്ടും നമുക്ക് ഇവിടുന്ന്, അത് വാങ്ങാം കേട്ടോ. ഇവിടെയാണ് മോഹൻലാലിൻ്റെ മൂവി ഭ്രമരം ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് ഈ കാണുന്നത്. അതാണ് ആ ഒരു ലൊക്കേഷൻ. ആ ഒരു ഹട്ടാണ് ഭ്രമരം മൂവി ഷൂട്ട് ചെയ്ത ലൊക്കേഷൻ. കാന്തല്ലൂർ വരുന്നവർ തീർച്ചയായും വിസിറ്റ് ചെയ്തിരിക്കേണ്ട ഒരു സ്പോട്ടാണ് ഭ്രമരം വ്യൂ പോയിന്റ്. ഇവിടെ നമുക്ക് ഇതേ ഇവിടെ നിന്നിട്ടാണ് നമ്മുടെ മോഹൻലാലിൻ്റെ ഭ്രമരം മൂവിയൊക്കെ ഷൂട്ട് ചെയ്ത ഒരു സ്പോട്ടാണ്. അങ്ങനെയാണ് ഈ സ്ഥലം അറിയപ്പെടുന്നത്. ആ പേരിലാണ് ഇപ്പോഴും ഈ സ്ഥലം അറിയപ്പെടുന്നത്. മോഹൻലാലിൻ്റെ ഭ്രമരം മൂവി ഷൂട്ട് ചെയ്ത ലൊക്കേഷനാണ് ഇത്. ആ മൂവി ഷൂട്ട് ചെയ്തതോടെ ഈ സ്ഥലത്തിനും ആ ഭ്രമരം വ്യൂ പോയിന്റ് എന്നുള്ള പേരാണ് വന്നിരിക്കുന്നത്. അപ്പം ഈ കാണുന്നതാണ് ആ ഒരു സ്പോട്ട്. അപ്പം ഈ ചെന്നെത്തിയിരിക്കുന്നതാണ് നമ്മുടെ വ്യൂ പോയിന്റ്. നമ്മൾ സാധാരണ ഈ സ്ഥലം ഒന്നും അത്ര ഫേമസ് അല്ല, കാരണം ആർക്കും അങ്ങനെ അറിയില്ല ഈ കാന്തല്ലൂരിനെ പറ്റിയിട്ട്. കാന്തല്ലൂർ, മറയൂർ അങ്ങനെ അത്ര ആർക്കും അങ്ങനെ അറിയില്ല. സാധാരണ ആൾക്കാരൊക്കെ മൂന്നാറിലേക്കാണ് പോവാറ്. മൂന്നാറിപ്പം ഏകദേശം ക്രൗഡായിട്ടുണ്ട്, ഒരു സിറ്റി പോലെ ഒക്കെ ആയിട്ടുണ്ട് മൂന്നാർ. ഇതാണ് ഇപ്പോൾ നമ്മുടെ വില്ലേജ് വൈബൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ കാന്തല്ലൂർ വരികയാണെങ്കിൽ നമുക്കൊരു വില്ലേജ് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റും. ഇവിടുത്തെ പൂക്കളും പിന്നെ ഇവിടുത്തെ നല്ല മനുഷ്യന്മാരാട്ടോ. അതാണ് നമ്മുടെ ആ ഒരു വ്യൂ പോയിന്റ് വരുന്നത്. ഓക്കെ, ഒത്തിരി ഉണ്ട്. ചുറ്റും മലകളായിട്ടുള്ളൊരു അടിപൊളി വ്യൂ പോയിൻ്റാണ്. അപ്പം അതാണ് നമ്മുടെ ലൊക്കേഷൻ കേട്ടോ. കാന്തല്ലൂർ വരുന്നവരൊക്കെ തീർച്ചയായും ഈ ഒരു സ്പോട്ട് മിസ് ചെയ്യാതെ നോക്കാൻ ശ്രമിക്കാം. ഇവിടെ ആന, പിന്നെ അതുപോലെ കാട്ടുപോത്ത് അങ്ങനെയൊക്കെ ഉണ്ടാവുന്ന ഒരു സ്പോട്ടാണ്. ഓ, അടിപൊളി വ്യൂ കേട്ടോ. പിന്നെ നമുക്ക് സൺസെറ്റൊക്കെ കാണുന്നുണ്ടെങ്കിൽ
ഇവിടെ തന്നെയാണ് സൺസെറ്റ് പോയിന്റും. ഇപ്പം പോയതേ ഉള്ളൂ, സണ്ണൊക്കെ ഇപ്പോൾ പോയതേ ഉള്ളൂ. നമുക്ക് ഇവിടുന്ന് ഒരു കാന്തല്ലൂർ റിവറിൻ്റെ ഒരു കംപ്ലീറ്റ് വ്യൂ കാണാം കേട്ടോ. ഓ സൂപ്പർ സൂപ്പർ. അതേ നമ്മുടെ സൈറ്റ് സീയിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ സ്ഥലം കാണൽ കഴിഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പം നമ്മൾ നേരെ റൂമിലേക്ക് പോകുന്നതാണ്. അപ്പോൾ റൂമിൻ്റെ വിശേഷങ്ങളും റൂമിൻ്റെ കാഴ്ചകളും എല്ലാം കാണിച്ചു തരാം.